നിങ്ങളുടെ കുട്ടിക്ക് സ്പീച്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, അതായത് പ്രായത്തിനനുസരിച്ചിട്ട് സ്പീച്ച് ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി വരുന്നില്ല, അതും അല്ലെങ്കിൽ വേർഡ്സ് കിട്ടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. വളർച്ചാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കുട്ടിക്ക് ഇല്ലയെന്ന് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടിയെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും സംസാരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇതറിയുന്നതിനായിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആദ്യം തന്നെ ഒരു സ്പീച്ച് അസസ്മെൻറ്റ് നടത്തും. ഈ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോം ചെയ്യും. എന്നിട്ട് അത് പേരൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും സ്പീച്ച് തെറപ്പി സെഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 45 മിനിറ്റ് സെഷനിൽ സ്പീച്ച് തെറപ്പിസ്റ്റും കുട്ടിയും തമ്മിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സ്പീച്ച് തെറപ്പി എന്ന് പറയുന്നത്. മറിച്ച് സെഷന് ശേഷം വീട്ടിലെത്തി പേരൻറ്റും കുട്ടിയും കൂടി ഇരുന്ന് സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഹോം ട്രെയിനിങ് പ്ലാൻ കൂടി വ്യക്തമായി ഫോളോ ചെയ്താൽ മാത്രമാണ് സ്പീച്ച് തെറപ്പിയുടെ റിസൾട്ട് നമുക്ക് കാണാനാവുള്ളൂ. സ്പീച്ചിന് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് ശരിയായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം.